ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുൻപ് ചെറിയ ചെറിയ വീഡിയോസാണ്, നമ്മൾ ഷോർട്സാണ് ഇട്ടിരുന്നത്. ഇന്നാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്യണം പോയിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞ മാസം മെയ്യിൽ പോയതാണ്. ഇപ്പം നമ്മുടെ ജൂണായി എന്നറിയാം. അതോടൊപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ കൊണ്ട് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ക്ഷമിച്ചും എന്നെ കൂടെ നിർത്തണം. എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു യാത്രയാണ്. എൻ്റെ എന്നല്ല, ഞങ്ങളൊരു ഫാമിലിയുടെ ഒരു വ്ളോഗ്, യാത്രാ വ്ളോഗാണ്. വേറെ എവിടേക്കല്ല, മാതാവിൻ്റെ അനുഗ്രഹം തേടി വിളങ്ങണിക്കാണ്. ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ യാത്ര, വർഷങ്ങളായി. എൻ്റെ 2.5 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് എനിക്ക് 22 വയസ്സാണ്. സാധാരണ ഞങ്ങൾ എല്ലാ കൊല്ലവും ട്രെയിനിലാണ് പോവുക. മറ്റേ എറണാകുളത്ത് നിന്ന് കാരക്കൽ എക്സ്പ്രസ് ഉണ്ടാവും, കൊച്ചുവേളി. പക്ഷേ ഈ പ്രാവശ്യം കാറിനാക്കി. കാരണം പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥലങ്ങൾ ഒക്കെ കാണണ്ടേ. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾക്കത് കാണാറില്ല. കാരണം ട്രെയിൻ രാത്രി 11 മണിക്കാണ്, പിറ്റേ ദിവസം രാവിലെ 12 മണിയാകുമ്പോൾ അവിടെ എത്തും. സോ അപ്പോഴത്തൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ വട്ടം കാറിന് പോകാമെന്ന് വെച്ചാലാണ് കാറിന് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, റൂം എടുത്തു. ഫസ്റ്റ് തന്നെ എന്താ പറയുക, ബീച്ചിലൊന്ന് പോയി. അപ്പോൾ ഈ റൂം കിട്ടാനുണ്ടായില്ല കേട്ടോ അവിടെ. കാരണം നല്ല സീസൺ ടൈം ആയിരുന്നു. ഞങ്ങൾ പോയത് മെയ് 24-25 ഡേറ്റാണ്. ഒരു വെക്കേഷൻ ടൈമാണല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി, ലാഗായിപ്പോയി. പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് പോകാൻ നിൽക്കുന്ന ഒരുക്കങ്ങളുടെ ഇടയിലാണ് രാവിലെ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ, പതിവാണ് ഇതൊക്കെ കേട്ടോ, മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ കുർബാന ഉണ്ടാവും. 9 മണി തൊട്ട് 8 മണി തൊട്ട് 9 മണി വരെയാണ്. പിന്നെ 9 മണി തൊട്ടാണ് ഇംഗ്ലീഷ് കുർബാന. അപ്പോൾ മലയാളം കുർബാനയാണ് 8 മണി തൊട്ട് 9 മണി. അപ്പോൾ ഓരോ ലാംഗ്വേജ് വൈസ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആവുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നല്ലൊരു ഹോട്ടൽ പറയാനില്ല, ഒരു മലയാളീസ് അച്ചായൻ്റെ ഒരു ഹോട്ടലുണ്ട്. അവിടെ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുർബാനയ്ക്ക് കയറാൻ പോവാണ്. ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളി. കുർബാന എന്ന് വെച്ചാൽ നല്ലൊരു കുർബാനയായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഈ യാത്ര ചെയ്തിട്ട് എല്ലാ കൊല്ലവും ഇവിടെ പോയിട്ട് എന്താണ് കിട്ടുന്നത്. സംഭവം ഞങ്ങളൊരു ഹിന്ദുസാണ്. പക്ഷെ എന്നാൽ പോലും ഞങ്ങളിവിടെ എല്ലാ കൊല്ലം എത്തിക്കുന്നുണ്ട് ഈ മാതാവ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ക്യാഷിൻ്റെ എത്ര ഇത് വന്നാലും ആ ഒരു സമയം, ഈ ഒരു മെയ് വെക്കേഷൻ ടൈമിലാണ് കൂടുതലും ഞങ്ങൾ പോകാറുള്ളത്. കഴിഞ്ഞ വട്ടം ജൂലൈയിലാണ് പോയത്, അത് ട്രെയിൻ ടിക്കറ്റ് കിട്ടാണ്ട്. ഈ വട്ടം ട്രെയിൻ ആവാത്തതുകൊണ്ട് ഞങ്ങൾ മെയ് തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്, ആ സ്റ്റാച്ചു വെച്ച പള്ളി. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി കുറച്ച് റിലാക്സ്. കാരണം നല്ല വെയിലാണ്, നമ്മളിവിടുത്തെ വെയിലും നല്ല വെയിൽ. അപ്പോൾ കുറച്ച് ഞങ്ങൾ 3 മണിയായപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങി. ഇവിടുത്തെ ഒരു വെള്ളമുണ്ട്, നല്ലൊരു എന്താ പറയുക, അനുഗ്രഹമുള്ളൊരു വെള്ളം. ഈ ഒരു വെള്ളം നമ്മൾ എല്ലാ കൊല്ലവും ഇവിടുന്ന് വാങ്ങും. അത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വയ്യായോ അല്ലെങ്കിൽ നമ്മൾ വല്ല പരീക്ഷയ്ക്കോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതിൽ നിന്നൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മൂടി തുറന്നിട്ട് അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം, മാതാവിന് അനുഗ്രഹം കിട്ടിയ പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ വെള്ളമൊക്കെ വാങ്ങിച്ചു. ഇതിൻ്റെ മുകളിലൊക്കെ വ്യൂ ഒക്കെ കണ്ടു. അങ്ങനെ എന്താ പറയുക, അടിപൊളിയായിരുന്നു ആ ഒരു ദിവസം. അങ്ങനെ എല്ലാ കൊല്ലവും പോണതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടില്ല ഇതുവരെയിട്ടും. ഓരോ കൊല്ലം പോകുമ്പോഴും പുതിയ അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് വ്യൂസാട്ടോ അവിടെ എടുത്ത് നല്ലൊരു കട്ട്സാണ് മാതാവിൻ്റെ. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയായി. ഞങ്ങൾ വീണ്ടും വേറെ വലിയ പള്ളിയുണ്ട്, അവിടെ കുറച്ച് നേർച്ചയുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ നേർച്ചയാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ബീച്ചിലേക്ക് വന്നു. വിളങ്ങണ്ണി പള്ളി എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ബീച്ചാണെന്ന് അറിയാലോ. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഓരോന്ന് വാങ്ങാനും കഴിക്കാനൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ. നമുക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമാണ്. നല്ല തിരക്കായിരുന്നു. കാരണം മെയ്യൊക്കെ നല്ല സീസൺ ടൈമാണ്. റൂമൊന്നും കിട്ടാനുണ്ടാവില്ല. അതപ്പോൾ നല്ല ക്യാഷും ഉണ്ടാവും റൂമിനൊക്കെ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ പള്ളിയിൽ കൊണ്ട് നേർച്ച വെഞ്ചരിപ്പിക്കും. എന്നിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. എല്ലാ കൊല്ലം ഇവിടെ തന്നെയാണ് ഞങ്ങൾ വാങ്ങാൻ. നല്ല രസമാണ് കേട്ടോ. പൊരി അതൊക്കെ പ്രത്യേക തരം ടേസ്റ്റാണ്. കാരണം ഒന്നാമത്തെ മാതാവിൻ്റെ ആണല്ലോ, വെഞ്ചരിപ്പിച്ചതാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. രാത്രി വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടും അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട് കേട്ടോ ഔട്ടിങ്ങിന്. ജസ്റ്റ് ഒന്ന് അപ്പോഴേക്കും എല്ലാവരൊക്കെ ഒന്ന് ഉറങ്ങി. ഇതൊക്കെ റൂം എടുക്കാണ്ട് വരുന്ന ആൾക്കാരാണ്. അവരവിടെ തന്നെ കിടക്കും. ഇവിടേക്ക് വണ്ടികളൊന്നും വരില്ല കേട്ടോ. മാതാവിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ ആ ഒരു ഇതിൽ കിടക്കുക, വിശ്വാസം അതിൽ കിടക്കണം. അപ്പോൾ കടയൊക്കെ പൂട്ടാറായൊരു ഇതൊക്കെ കടയൊക്കെ അടച്ചു. ഇനി പോലീസുകാർ വന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ചാണ്. ഒരു 12 മണിയായി കാണും ഈ സമയം. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. പിറ്റേ ദിവസം രാവിലെ ആയി. വീണ്ടും ഇതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു, കുർബാനയ്ക്ക് പോകുന്നു. അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാൻ കയറി. എന്താ പറയുക, പൂരി മസാല ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്തൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും എന്താ പറയുക കുർബാന കൂടാൻ പള്ളിയിലേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ റിട്ടേൺ അടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ വെഞ്ചരിപ്പിച്ചിട്ട്, അച്ഛനും അമ്മയും വെഞ്ചരിപ്പിക്കാനുള്ള സാധനങ്ങളും കൊണ്ടുപോയി പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വെഞ്ചരിപ്പിച്ചിട്ട് ഞങ്ങൾ അപ്പോഴേക്ക് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. അത് ഞങ്ങൾ ഇറങ്ങി. ഒരു 10 മണി 11 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പോണ വഴിയിലത്തെ വ്യൂസാണ് ഇതൊക്കെ. അങ്ങനെ പോണ വഴിയിൽ ഹോട്ടൽസൊക്കെ കാണുന്നില്ല. ഇങ്ങനത്തെ ഹൈവേ ആണ്. നമ്മളടുത്ത പോലെ ഇങ്ങനെ കടകളൊന്നും ഇല്ല. അപ്പോൾ ഒരു കട കിട്ടി. അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലക്കാട് എത്തിയിട്ടില്ല, പൊള്ളാച്ചി റൂട്ടാണ്. അപ്പോൾ പൊള്ളാച്ചി റൂട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നല്ല വ്യൂസൊക്കെ അല്ല, അപ്പോൾ കണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മളെ ടോൾ പാസയുടെ അവിടുത്തെ ഒരു ഹോട്ടലിൽ രാത്രിയായി. അവിടെ അത് കഴിച്ചു കയറി വീണ്ടും വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയി. സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതോടൊപ്പം അതിൻ്റേതായ തെറ്റ് ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ പരിഹരിച്ച് ക്ഷമിച്ചും എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം. ശരി കേട്ടോ.